നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നാടകീയ അന്ത്യം. ഈ കളിയുടെ എൻഡിനെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റും. 9ാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റൽ പാലസ് ലീഡ് എടുത്തതാണ്. അതുമായിട്ട് അവരങ്ങനെ 86ാമത്തെ മിനിറ്റ് വരെ മുന്നിൽ നിന്നതാ. പിന്നീട് കിയേസയുടെ ഗോൾ പിറക്കുന്നു. മറ്റൊരു ലേറ്റ് ഗോൾ. ലിവർപൂൾ കാര്യങ്ങൾ ലൈറ്റ് വിന്നറിലേക്ക് കൊണ്ടുപോവുകയാണോ എന്ന് തോന്നിച്ചെങ്കിൽ ഇത്തവണ ലൈറ്റ് വിന്നർ വന്നത് ക്രിസ്റ്റൽ പാലസിൽ നിന്ന്. എൻകട്ടിയയുടെ ഗോൾ അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയി. യെസ്, ലിവർപൂളിന് ഈ സീസണിലെ ആദ്യ പരാജയം സമ്മാനിച്ചിരിക്കുന്നു ക്രിസ്റ്റൽ പാലസ്. സ്വന്തം മൈതാനത്ത് പാലസിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മെറ്റേറ്റയും ഇസ്മായിലെ സാറും പിനോയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ലിവർപൂളിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് അലക്സാണ്ടർ ഐസക്കും സബോസ്ലയും മോസലയും വേർഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ ഇസ്മായിലെ സാറിലൂടെ ഗോൾ അടിച്ചുകൊണ്ട് ക്രിസ്റ്റൽ പാലസ് ലീഡ് എടുത്തതാണ്. പിന്നീട് ഇരുഭാഗത്തേക്കും നീക്കങ്ങൾ ഉണ്ടായി. ആദ്യ പകുതിയിൽ പിന്നീട് ഗോൾ പിറന്നില്ല. 1-0 ലീഡ് ക്രിസ്റ്റൽ പാലസിന്. ആ ലീഡിന് അവർ വിജയിച്ചു കയറുമെന്ന തോന്നലാണ് പിന്നീട് ഉണ്ടായത്. ലിവർപൂൾ ആക്രമണങ്ങൾ നടത്തി, ഗോളിലേക്ക് വരുന്നില്ല. 87ാമത്തെ മിനിറ്റിൽ ഫെഡറിക്കോ കിയേസയുടെ ഗോൾ. ഒരിക്കൽ കൂടി കിയേസ ഗോൾ അടിക്കുമ്പോൾ അത് അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ ഈ സീസൺ നമുക്കറിയാം പലവട്ടം ഈ അവസാന നിമിഷങ്ങളിലെ ഗോളിലൂടെ ജയിച്ചു കയറിയിട്ടുണ്ട് ലിവർപൂൾ. അതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് തോന്നിയെങ്കിൽ തെറ്റി. അവസാനം ഇഞ്ചുറി ടൈമിൽ എൻകട്ടിയയുടെ ഗോൾ പിറക്കുന്നു. എഡി എൻകട്ടിയയുടെ ആ ഗോളിന് 2-1 ക്രിസ്റ്റൽ പാലസ് ലിവർപൂളിനെ പരാജയപ്പെടുത്തി അവരുടെ ഈ സീസണിലെ പെർഫെക്റ്റ് സ്റ്റാർട്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. എങ്കിലും 6 കളികളിൽ നിന്ന് 15 പോയിന്റോടെ സ്റ്റിൽ അവർ പ്രീമിയർ ലീഗിൻ്റെ പോയിന്റ് പട്ടികയിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ്. 6 കളികളിൽ നിന്ന് 12 പോയിന്റോടെ ക്രിസ്റ്റൽ പാലസ് 2ാം സ്ഥാനത്തുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.